വിവാദ പ്രസ്താവന പിൻവലിക്കുന്നതായി മന്ത്രി. അതേസമയം തന്നെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും താൻ ആക്ഷേപ പരാമർശം നടത്തിയത് പ്രതിപക്ഷ പരാമർശമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ സജി ചെറിയാൻ വാർത്താസമ്മേളനം നടത്തുകയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ തൻ്റെ നിലപാടുകളിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ലഭിച്ചത്. ഏതെങ്കിലും തരത്തിൽ തൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിൻവലിക്കുന്നു. പക്ഷേ താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നോ നിലപാടുകളിൽ നിന്നോ വ്യത്യാസമില്ല, മാറി ചിന്തിക്കുന്നില്ല, മാറി നിലപാട് പ്രഖ്യാപിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു ധാർഷ്ട്യം തന്നെ അദ്ദേഹം തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും അതിശക്തമായ വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, വൈദികരുടെ ഭാഗത്തുനിന്ന് ഇതിനെ മന്ത്രിസഭാ അംഗങ്ങളിൽ നിന്ന് പോലും, ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തിനടക്കം സജി ചെറിയാന് നേരിടേണ്ടി വന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് MV ഗോവിന്ദൻ ഇത് CPMൻ്റെ നിലപാടല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് മാത്രമാണ് എന്ന് വ്യക്തമാക്കിയത്. രാവിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പല മന്ത്രിമാരും സജി ചെറിയാനെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു സമീപനം, പറയാതെ പറയുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് അത്ര യോജിപ്പില്ല എന്ന രീതിയിലായിരുന്നു ചില പ്രസ്താവനകൾ നടത്തിയിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സജി ചെറിയാൻ ഇങ്ങനെയൊരു ഖേദപ്രകടനത്തിലേക്ക്, ഈ പ്രസ്താവന പിൻവലിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ നിർബന്ധിതമായത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും വിവാദ പരാമർശത്തിൻ്റെ ഫലമായി ഒരു പ്രാവശ്യം ഈ മന്ത്രിസ്ഥാനത്തിന് പടിയിറങ്ങേണ്ടി വന്ന സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദ പരാമർശം വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജിജീഷ് കരുണാകരൻ ശരിയാണ് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രസ്താവന പിൻവലിക്കുന്നു, പക്ഷേ തൻ്റെ നിലപാടിൽ നിന്നും മാറ്റമില്ല എന്നുള്ളത്. അതായത് മന്ത്രിസഭാംഗങ്ങളിൽ നിന്നും, CPM നിന്നും, വൈദികരിൽ നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ കർക്കശമായ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു നിലപാട് മാറ്റത്തിലേക്ക് പോകാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. ഏത് തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിച്ചത്? KP പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ സജി ചെറിയാൻ പ്രതിരോധത്തിലായിരുന്നു. ഒരേ സമയം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ വിവാദ പ്രസ്താവനയെ തുടർന്ന് സഭയുമായി ബന്ധപ്പെട്ട് പുരോഹിതരടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി. പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്ത് വന്നു. മാത്രമല്ല, തന്റെ പാർട്ടിക്കുള്ളിൽ നിന്നടക്കം വലിയ തോതിൽ, അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ മറ്റു സാഹചര്യങ്ങളില്ലാതെ, മറ്റു സാധ്യതകളില്ലാതെ സജി ചെറിയാൻ തന്റെ പ്രസ്താവനകൾ, വിവാദമായ പ്രസ്താവന പിൻവലിക്കുകയായിരുന്നു. ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ള വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത വൈദികരെയും ബിഷപ്പുമാരടക്കമുള്ള ആളുകളെയായിരുന്നു അവഹേളിച്ചുകൊണ്ട്, ക്രൈസ്തവ സഭയുടെ ആചാരങ്ങളെ തന്നെ അവഹേളിക്കുന്ന വിധം ഉള്ള പ്രസ്താവനകൾ സജി ചെറിയാൻ നടത്തിയത്. വീഞ്ഞും ഒപ്പം തന്നെ കേക്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രസ്താവന അത് വലിയ തോതിൽ തന്നെ വിവാദമാവുകയും ചെയ്തു. BJPയുടെ നേതാക്കൾ BJP വിളിച്ചപ്പോൾ ചില ക്രൈസ്തവ പുരോഹിതർക്ക്, ബിഷപ്പുമാർക്കും രോമാഞ്ചമുണ്ടായി എന്ന തരത്തിലായിരുന്നു സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വിവാദ ഭാഗങ്ങൾ താൻ പിൻവലിക്കുന്നു, അതിലുള്ള വൈനും കേക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ താൻ പിൻവലിക്കുന്നു, എന്നാൽ തന്റെ ചില നിലപാടുകൾ അത് അങ്ങനെ തന്നെ തുടരുമെന്ന് പറയുകയാണ് സജി ചെറിയാൻ ചെയ്യുന്നത്. ആ നിലപാടുകൾ അതേ രീതിയിൽ തന്നെ തുടരും, അതിൽ നിന്ന് പിന്നോട്ടില്ല. താൻ പറഞ്ഞത് മണിപ്പൂരിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നൊരു ആരോപണം ഉയർത്താനാണ് താൻ ശ്രമിച്ചത്. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു താൻ പ്രധാനമായും ചെയ്തത് എന്ന കാര്യം വിശദമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ സജി ചെറിയാന്റെ വിശദീകരണം തുടങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, പറഞ്ഞതിലെ പ്രധാന ഭാഗം മാത്രം മാറ്റി താൻ ആക്ഷേപ പരാമർശം നടത്തിയെന്ന് പ്രതിപക്ഷവും അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്നാൽ അങ്ങനെ താൻ ആക്ഷേപ പരാമർശം നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ വീഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം കേക്കുമായി ബന്ധപ്പെട്ട രണ്ടും, അതായത് ജിജീഷ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. കേക്കും, ഈ വിവാദമായി വീഞ്ഞും കേക്കും പരാമർശമായ വിവാദ പ്രസ്താവന പിൻവലിക്കുന്നു, അതേസമയം ഇതിന്റെ നിലപാടുകളിൽ മാറ്റമില്ല, പ്രസ്താവനയിലെ കാതലായ ഭാഗങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ്. അതായത് കൂടുതൽ ഒറ്റപ്പെടുന്നത് കണ്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്നും തൽക്കാലം പിന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ?
KP തീർച്ചയായും ഒരു പ്രതിരോധത്തിലായ ഒരാളുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ തുടർച്ചയായി വിവാദങ്ങൾ പല ഘട്ടങ്ങളിലും പറയാറുള്ള ഒരു മന്ത്രിയുടെ അത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ തനിക്ക് തന്നെ വിനയായി മാറാറുള്ള ഒരു മന്ത്രിയുടെ വിശദീകരണം അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ കുടുക്കിൽ പെട്ടപ്പോൾ തന്റെ നാക്ക് വീണ്ടും തന്നെ ചതിച്ചു എന്ന് വ്യക്തമായതോടുകൂടി മറ്റു മാർഗമില്ലാതെ അദ്ദേഹം ഓരോ കാര്യങ്ങളായി പിൻവലിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ, കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ പലപ്പോഴും സജി ചെറിയാന്റെ വാക്കുകൾ തന്നെയാണ് സജി ചെറിയാന് വിനയായി മാറാറുള്ളത്. മന്ത്രിസ്ഥാനം അടക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കെല്ലാം എത്തിച്ചത് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതടക്കം ഈ നാക്ക് തന്നെയായിരുന്നു സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടും ആ ക്രൈസ്തവ സമൂഹത്തെയും അതിലെ പുരോഹിതരെയും അടക്കം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ആ പരാമർശങ്ങൾ മാറുകയും ചെയ്തു. അതിനെതിരെ കൃത്യമായി തന്നെ സജി ചെറിയാനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിവാദ പ്രസ്താവന പിൻവലിക്കുകയല്ലാതെ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജിജീഷ്, അല്പസമയം മുമ്പാണ് ഈ ക്ലിമിസ് ബാവ, KCBC പരമോന്നത അധ്യക്ഷൻ ക്ലിമിസ് ബാവ കൃത്യമായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് സജി ചെറിയാൻ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ മന്ത്രിസ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിയണം, സർക്കാരുമായി അല്ലെങ്കിൽ സഹകരിക്കില്ല എന്ന് കൃത്യമായി വ്യക്തമായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെ തന്നെയാണ് സജി ചെറിയാൻ വാർത്താ സമ്മേളനം വിളിച്ചതും എന്നതും ശ്രദ്ധേയമാണ്. അതായത് കൂടുതൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം എത്തുന്ന ഒരു ഘട്ടത്തിൽ, ആസന്നമാകുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായി കഴിഞ്ഞു സജി ചെറിയാൻ. ഈ സജി ചെറിയാനിലൂടെ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലൂടെ സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായി കഴിഞ്ഞു. MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. ഈ ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ്റെ അല്പസമയം മുമ്പ് പറഞ്ഞു, ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസ്ഥാനം ഒരിക്കൽ തെറിച്ച് ഇറങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ്, ഒരു മന്ത്രിയാണ് അദ്ദേഹം. വീണ്ടും ആ ഒരു ഘട്ടം അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിലപാടിന് പിന്നോട്ട് പോകില്ല, ഏത് തന്നെ സ്ഥാനം ത്യജിക്കേണ്ടി വന്നാലും തൻ്റെ നിലപാടിന് പിന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം പറയേണ്ടി വരുന്നത്. അതായത് മന്ത്രിസ്ഥാനം ഒരു പക്ഷേ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? സജി ചെറിയാന്റെ വാക്കുകളിൽ കൃത്യമായി തന്നെ അത് വ്യക്തമാണ്. കാരണം ഒരിക്കൽ കൂടി താൻ തന്നെ തന്റെ സാഹചര്യം, ഇത്തരമൊരു സ്ഥിതി തനിക്ക് വരുത്തുന്നു എന്ന ഒരു ചിന്ത അദ്ദേഹത്തിൽ കൃത്യമായി തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും താൻ തന്നെയാണ് തന്റെ അധപ്പതനത്തിന് കാരണമെന്ന കൃത്യമായ ബോധ്യം സജി ചെറിയാന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, കാരണം പാർട്ടി സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, CPM സംസ്ഥാന സെക്രട്ടറി അടക്കം സജി ചെറിയാന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആരിൽ നിന്നും കൃത്യമായി തന്നെയുള്ള പിന്തുണ സജി ചെറിയാന് ലഭിക്കുന്നില്ല. ചില മന്ത്രിമാരാകട്ടെ, മറ്റ് സഹപ്രവർത്തകരായ മന്ത്രിമാർ പോലും വിവാദ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമായിരുന്നു തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നത്. കാരണം സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ട് അല്ലെ സജി ചെറിയാന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് തങ്ങൾക്ക് കൂടി സഭാ നേതൃത്വത്തിന്റെ ഒരു അനിഷ്ടം വരുത്തി വെക്കേണ്ട കാര്യമില്ല എന്ന കൃത്യമായ ഒരു ചിന്ത അത് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ സജി ചെറിയാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തെ വെറുപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ നിലപാട് എന്ന് പറയുന്നത് മറ്റു മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചുമെല്ലാമുള്ള നിലപാട് എന്ന് പറയുന്നത് സഭയ്ക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ സജി ചെറിയാന്റെ വിഷയത്തിൽ കൃത്യമായ ആവശ്യമായ ഘട്ടത്തിൽ മൗനം അവലംബിക്കുക, അല്ലാത്ത സാഹചര്യങ്ങളിൽ സജി ചെറിയാനെ പിന്തുണക്കുന്ന സ്ഥിതിയെങ്കിലും ഒഴിവാക്കിയെടുക്കുക എന്നത് തന്നെയായിരുന്നു കൃത്യമായി തന്നെയുള്ള നിലപാട്. ആ നിലപാട് കൂടി പുറത്തു വന്നതോടെ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ സംജാതമായി. അങ്ങനെയാണ് പുന്നപ്രയിൽ താൻ നടത്തിയ ആ വിവാദ പരാമർശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെ പിൻവലിക്കാൻ സജി ചെറിയാൻ. അങ്ങനെ എറണാകുളത്ത് വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടുന്നു. ആ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ആദ്യാവസാനം പറഞ്ഞു നിർത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ വിവാദ പ്രസ്താവനകൾ പിൻവലിക്കുന്നു, അതുമായി താൻ മുന്നോട്ട് പോകുന്നില്ല. കേക്കും വീഞ്ഞും എന്ന അതിലെ വാക്കുകൾ, പരാമർശങ്ങൾ, അത് BJP നീട്ടിയ കേക്കും വീഞ്ഞും കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തന്നെ വൈദികർ അതിൽ രോമാഞ്ചമുണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ അത് ആ പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും ഇടയാക്കുമെന്ന് മനസ്സിലാക്കിയാണ് സജി ചെറിയാന്റെ ഈ പിന്മാറ്റം. അവിടെ പാർട്ടി തന്നോട് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടില്ല, പാർട്ടി നിർദ്ദേശപ്രകാരമല്ല താൻ ഇതൊന്നും ചെയ്യുന്നത് എന്ന് സജി ചെറിയാൻ പല ഘട്ടങ്ങളിലും ആവർത്തിക്കുമ്പോൾ പോലും ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടി തലത്തിൽ തന്നെ ഒരു പക്ഷേ സജി ചെറിയാന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. ആ കാര്യത്തിൽ ഈ ഒരു വിവാദവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് എല്ലാ തരത്തിലും വലിയ വിമർശനങ്ങളെ നേരിടുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പൂർണ്ണമായും പ്രതിക്കൂട്ടിലായിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
അതിലുള്ള ഒരു മന്ത്രിസഭാ അംഗം തന്നെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന ബോധം കൃത്യമായി തന്നെ ആ ഒരു ചിന്താഗതി സർക്കാരിലുണ്ട്, മറ്റു മന്ത്രിമാരിലുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പിൻവലിക്കുക, ഒപ്പം തന്നെ ചില വാക്കുകൾ താൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ ഒടുവിൽ മുട്ടുമുടക്കി കഴിഞ്ഞ മന്ത്രി സജി ചെറിയാൻ എന്നത് വ്യക്തമാണ്. വീഞ്ഞും കേക്കും പരാമർശമായ വിവാദ പ്രസ്താവന പിൻവലിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും താൻ ആക്ഷേപ പരാമർശം നടത്തിയത് പ്രതിപക്ഷ പരാമർശമെന്നുമാണ് മന്ത്രി കൊച്ചിയിൽ പറഞ്ഞത്. ജിജീഷ് കരുണാകരനാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.